വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൊറോണ പടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഓരോ രാഷ്ട്രങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും പ്രവാസികൾക്കായി ഏറെ നിർണായക നീക്കങ്ങളും നടത്തിവരികയാണ്. സന്ദർശക വിസയിലെത്തി കുടുങ്ങിയവർക്ക് UAE ഇളവുകൾ നൽകിയെങ്കിലും ഇപ്പോഴാ അവരെ നാട്ടിലെത്തിക്കാനായി പ്രത്യേക വിമാനങ്ങളും സജ്ജമാക്കിയിരുന്നു. എന്നാൽ ആ വിമാനങ്ങൾ കേരളത്തിലെ അധികൃതരുടെ തടസ്സവാദങ്ങൾ കാരണം നിർത്തിവെക്കുകയും ചെയ്തു. അത്തരത്തിൽ ഒരു നിർണായക നീക്കവും കൂടിയാണ് സൗദി മുന്നോട്ട് വച്ചിരിക്കുന്നത്. സൗദിയിലെ പ്രവാസികൾക്ക് സൗജന്യമായി 3 മാസത്തേക്ക് ഇക്കാമ നീട്ടി നൽകി. ഓട്ടോമാറ്റിക്കായി തന്നെ ഇതിൽ നീട്ടി ലഭിക്കുമെന്നാണ് ജനറൽ ഡയറക്ടറേറ്റ് പാസ്പോർട്ട് അറിയിച്ചത്. മാർച്ച് 18-നും ജൂൺ 30-നും ഇടയിൽ കാലാവധി അവസാനിക്കുന്നവർക്കാണ് ഇക്കാമ സൗജന്യമായി നീട്ടി നൽകുക. സൗദിയിലുള്ളവർക്കും രാജ്യത്തിന് പുറത്തുപോയവർക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. കൊറോണ വൈറസ് മഹാമാരി തുടർന്നുണ്ടായ സാമ്പത്തിക ഞെരുക്കം പരിഹരിക്കുന്നതിനുള്ള സൗദി സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നടപടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സൗദിയിൽ പുതുതായി 157 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചതോടെ രോഗബാധിതരുടെ എണ്ണം ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് എത്തി. അതായത് 2039 ഉയർന്നിരിക്കുകയാണ്. മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ഇത് ഏറ്റവും ഉയർന്ന സംഖ്യ കൂടിയാണ്. പുതിയ രോഗികൾ ഏറെയും ജിദ്ദ, മക്ക, മദീന എന്നിവിടങ്ങളിലാണ് ഉള്ളത്. ജിദ്ദ 30, മദീനയിൽ 34, മക്കയിൽ 21 എന്നിങ്ങനെയാണ് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് 4 പേർ കൂടി മരിച്ചതോടെ രാജ്യത്തെ മൊത്തം കോവിഡ് മരണം 25 ഉയർന്നു. അതേസമയം 23 പേർ രോഗത്തിൽ നിന്ന് മുക്തി നേടിയതോടെ മൊത്തം സുഖം പ്രാപിച്ചവർ 351 ഉയർന്നിട്ടുമുണ്ട്. പുതുതായി രോഗം ബാധിച്ചവർ വിവിധ നഗരങ്ങൾ ഇങ്ങനെയാണ്: തബൂക്ക് 17, മക്ക 21, ജിദ്ദ 30, മദീന 34, ഫുഫൂഫ് 4, ഖതീഫ്, ബുറൈദ 9, റിയാദ് 13, ഫഹായിൽ 2, നജ്റാൻ 3, അൽറാസ് 3, അൽഖോബാർ 3, റസ്തനൂറ 1, ഖമീസ് കുഷൈത്ത് 1, തെഹ്റാൻ 2, കഫ്ജി 2, ദുബ്ബ 1, അൽവജ് 1, ദമാം 1 എന്നിങ്ങനെയാണ് കണക്കുകൾ. പ്രതിരോധ നടപടികളുടെ ഭാഗമായ മക്ക, മദീന എന്നിവിടങ്ങളിൽ 24 മണിക്കൂറും, ജിദ്ദ, തായിഫ്, ദമാം, ഖത്തീഫ് എന്നിവിടങ്ങളിൽ 3 മണി മുതലും കർഫ്യൂ നിലനിൽക്കുന്നു. രാജ്യത്തെ മറ്റിടങ്ങളിൽ വൈകുന്നേരം 7 മുതൽ രാവിലെ 6 വരെയാണ് പുറത്തിറങ്ങാൻ വിലക്കുള്ളത്. സാമ്പത്തിക പ്രത്യാഘാതത്തിൽ നിന്ന് രക്ഷ നൽകാൻ സർക്കാർ വിദേശികൾക്കും സ്വദേശികൾക്കും സ്ഥാപനങ്ങൾക്കും പ്രത്യേക ഉത്തേജക പാക്കേജുകളും സഹായങ്ങളും സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.